നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു കേസ് ഹാക്കാണ്. അതായത് എസ് ജെ ക്യാം, ഗോപ്രോ പോലെയുള്ള ആക്ഷൻ ക്യാമറയുടെ കേസിൽ ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ മൈക്ക് അല്ലെങ്കിൽ USB ഒക്കെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. ഇപ്പോൾ റൈഡേഴ്സിനും അതുപോലെ തന്നെ നമുക്ക് ഔട്ട്ഡോറിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നൊരു സംഭവമാണ്. അതിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ എസ് ജെ ക്യാം. അതിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് USB പോർട്ട് വരുന്നത്. എല്ലാവരും കണ്ടാൽ മനസ്സിലാവും. കണ്ടാൽ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്കത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ടോപ്പിലായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ബോട്ടത്തിലാണെങ്കിലും വീണ്ടും വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലെഫ്റ്റിലോ റൈറ്റിലോ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഒരു സംവിധാനം ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനായിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത് നെയ്സൽ ഡ്രോപ്പിൻ്റെയോ അല്ലെങ്കിൽ ഐ ഡ്രോപ്പിൻ്റെയോ ബോട്ടിലാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് നമുക്ക് ആവശ്യം. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളതും എന്നാൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു പഴയ നെയ്സൽ ഡ്രോപ്പിൻ്റെ ഐ ഡ്രോപ്പിൻ്റെ ഒരു ബോട്ടിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിലാകുമ്പോഴത്തേക്കും നമുക്ക് ഫിക്സ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിക്ക് വാട്ടർ പ്രൂഫിങ്ങും തരും. കാര്യം ഒരു വാട്ടർ അല്ലെങ്കിൽ ഐ ഡ്രോപ്പിൻ്റെതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു ക്ലോഷറൊക്കെ നല്ല സീൽഡാണ്, നല്ല ഹാർഡായിട്ടുള്ള സീൽഡാണ്, എന്നാൽ ഫ്ലെക്സിബിളുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ കൊണ്ട് നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ USB കേബിൾ ഇതിൻ്റെ അകത്ത് കൂടി നല്ല രീതിക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണം. കുറച്ച് വലിയ ബോട്ടിൽ, അതായത് ഇതുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു തരം വലിയ ബോട്ടിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് നമുക്കിതിലൊരു ഹോൾ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഹോൾ ഇടാനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 6mm ഡ്രിൽ ബിറ്റാണ്. 10mm ഡ്രിൽ ബിറ്റാണ് ഇതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ 6mm ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 6mm ഡ്രിൽ ബിറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ ഈ USB വരുന്ന സ്ഥലത്തൊരു പൈലറ്റ് ഹോൾ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു പഞ്ച് കൊണ്ടൊന്ന് ഒരു മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ സെൻറ്റർ പൊസിഷനിൽ ഒരു മാർക്ക് ചെയ്യുക. കുറച്ച് നല്ല സ്റ്റേബിളായിട്ടുള്ള മാർക്കായിരിക്കണം. ഈ മാർക്ക് അനുസരിച്ച് ആയിരിക്കും നമ്മുടെ ഹോൾ ഇടാൻ പോകുന്നത്. അപ്പോൾ 10mm ഡ്രിൽ ബിറ്റ് ആകുമ്പോഴത്തേക്കും ഈ ഒരു USB സോക്കറ്റിൻ്റെ അത്രയും തന്നെ വിഡ്ത്തുണ്ടാവും. വളരെ കുറച്ച് മോഡിഫിക്കേഷന് പിന്നെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒരു ഹോൾ ഇടാം. ഹോൾ ഇടുമ്പോഴത്തേക്കും അധികം പ്രഷർ കൊടുത്ത് ഹോൾ ഇടരുത്. കാര്യം ഇതൊരു അക്രലിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ഹാർഡായിട്ടുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു 6mm ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനി കുറച്ച് വലുതാക്കണം. കാര്യം നമ്മുടെ ആ ഒരു USB സോക്കറ്റ് ഏകദേശം 10mm 11mm അതിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഹോൾ വലുതാക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു കത്രികയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കറക്കി സൈഡ് ചെത്തി കളഞ്ഞാണ് ഹോൾ വലുതാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 10mmൻ്റെയൊക്കെ ഡ്രിൽ ബിറ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരത്തില്ല. ഒരു സാൻഡ് പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് സാൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്കൊരു സിസർ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഷാർപ്പ് സാധനം വെച്ചിട്ട് നമുക്ക് ഹോൾ വലുതാക്കാം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് ക്യാമറ വെച്ചിട്ട് ഈ വരുന്ന ഹോൾ കറക്റ്റ് അലൈൻമെൻ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഒന്ന് ഹോൾ കുറച്ച് ഒരു സൈഡിലോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലോട്ട് ആക്കാൻ പറ്റും. പിന്നെ ആയിക്കഴിഞ്ഞാൽ USB കയറ്റാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അകത്തെ ആ ഒരു ചിപ്പിങ്ങൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് വേണം മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ക്യാമറയുടെ ആ ഒരു പോർഷനിൽ സ്ക്രാച്ചായി ക്യാമറ ഡാമേജ് ആവാനുള്ള സാധ്യതയാണ്. നൈസായിട്ട് ഇതുപോലെ ഹോൾ വലുതാക്കി എടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ വെച്ചൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ കത്രിക വെച്ചിട്ട് ഞാൻ ഹോൾ വലുതാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതൊന്ന് അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ സർക്കംഫറൻസ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം നമുക്കൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യണം, അല്ലെങ്കിൽ ഫൈനായിട്ടൊന്ന് സാൻഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 180ൻ്റെയോ അല്ലെങ്കിൽ ഒരു 300ൻ്റെ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചാൽ മതി. ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് റൗണ്ട് ഫയലും യൂസ് ചെയ്യാം. റൗണ്ട് ഫയൽ ഉണ്ടെങ്കിൽ ഒരു 10mmൻ്റെ റൗണ്ട് ഫയൽ യൂസ് ചെയ്ത് ഹോൾ കറക്റ്റാക്കാം. അല്ലെങ്കിൽ ഇതുപോലെ സാൻഡ് പേപ്പർ വെച്ചിട്ട് സ്ക്രൂ ഡ്രൈവറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഹോൾ ഒന്ന് കറക്റ്റ് ഫൈൻ ട്യൂൺ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഹോള് ഫൈൻ ട്യൂൺ ചെയ്തതിന് ശേഷം അടുത്തത് നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷൻ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടോപ്പ് പോർഷൻ ഈ കറക്റ്റ് ക്യാപ്പ് അടഞ്ഞിരിക്കുന്നതിൻ്റെ അവിടെ വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കൂടി പോകാനും പാടില്ല, എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല. കാര്യം അത് എങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു ക്യാപ്പ് അടയുന്നതിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ബ്ലേഡ് കൊണ്ട് യൂസ് ചെയ്യുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം. ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്ന രീതിക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്തായാലും ഒരു ചെറിയ ഒരു ഇൻപെർഫെക്ഷൻസ് ഒക്കെ വരും. അപ്പോൾ നമ്മളതൊന്ന് സാൻഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വാഷർ ആദ്യം മാറ്റി വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊരു ഇവിടെ വെച്ചിട്ട് ക്യാമറയിൽ വെച്ച് അതൊന്ന് അലൈൻമെൻറ്റൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. അതിനുശേഷം ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ആ ഒരു കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട് ചെയ്ത ഭാഗം ഒന്ന് പെർഫെക്റ്റ് ആക്കണം. അത് ഇതുപോലത്തെ ഒരു 300-ൻ്റെയോ 150-ൻ്റെയോ ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നം, ഈ ഗ്ലൂ കറക്റ്റ് സീലായിട്ടില്ല എന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളമകത്ത് കയറി ക്യാമറ ഡാമേജ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് മസ്റ്റായിട്ട് ചെയ്യുക. അധികം ചിപ്പ് ചെയ്ത് കളയരുത്, അല്ലെങ്കിൽ അധികം സാൻഡ് ചെയ്ത് കളയരുത്, പിന്നെ അത് പണിയാവും. അപ്പോൾ സാൻഡ് ചെയ്തിട്ട് നോക്കുക, കറക്റ്റ് ഫിറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അടുത്ത സ്റ്റേജിലോട്ട് പോകാം. വേണമെങ്കിൽ നമുക്കിതിൻ്റെ ഈ ഒരു ഹോൾ കുറച്ചും കൂടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കാവുന്ന രീതിയും പറ്റും. എന്നാലും അത് വേണ്ട. ഇതിപ്പോൾ കറക്റ്റ് ഞാൻ കണ്ടോ, USB നമ്മുടെ ആ ഒരു ഹോളിൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ ഭാഗവും കൂടി വെക്കുമ്പോഴത്തേക്കും പെർഫെക്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമ്മുടെ USB കേബിൾ അല്ലെങ്കിൽ ആ USB അതിൻ്റെ അകത്തുകൂടി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഹോള് അതിന് മാത്രം സെറ്റപ്പ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് അവിടെ ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. ഹോള് കണ്ടാൽ മനസ്സിലാവും കറക്റ്റാണ്, വേറെ കൂടുതലോ കുറവോ അങ്ങനെ ഒന്നുമില്ല. അതാണ് ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു ഗുണം. ഇതുപോലത്തെ ഒത്തിരിക്കൂടിയൊക്കെ വലിയ ബോട്ടിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അവിടെ നമുക്കത് ഈ കേസിങ്ങിൻ്റെ നമ്മൾ ഗ്ലൂ ചെയ്യുന്നതിൻ്റെ ആ ഭാഗം ഒന്ന് സാൻഡ് ചെയ്ത് ഒരു ഗ്രിപ്പ് വരുത്തുക. കാര്യം ഇത് മസ്റ്റാണ്, അല്ലെങ്കിൽ ഗ്ലൂ പെട്ടെന്ന് ഇളകി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഒന്ന് സാൻഡ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ആ ഗ്ലൂവും അതുപോലെ ഇനി ഈ ബോട്ടിലും കൂടി ഇങ്ങ് ഫ്യൂസായി നല്ല രീതിക്ക് ഒരു സീൽ കിട്ടും. വെള്ളം അകത്ത് കയറുന്നത് ഒരുപാട് തടയും. അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ എഴുതിയിരിക്കും ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഗ്രീസിൻ്റെയോ അല്ലെങ്കിൽ കയ്യിൽ അഴുക്കോ അല്ലെങ്കിൽ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകും. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ഇപ്പോൾ ഒട്ടിയിരുന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ കൊണ്ട് ക്രാക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ക്ലീനിങ്ങും ചെയ്തേക്കുക. 2 പോർഷനും നല്ല രീതിക്ക് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കത് ക്യാമറ ഒന്നും കൂടി അതിൽ സെറ്റ് ചെയ്യുക. ക്യാമറ സെറ്റ് ചെയ്തിട്ട് നമ്മളിനി അടുത്തത് ഗ്ലൂ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈ 8000 ഗ്ലൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഗ്ലൂ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റുമാണ്, അതുപോലെ തന്നെ അങ്ങ് കംപ്ലീറ്റ്ലി ടഫ് സാധനമല്ല, കുറച്ചൊരു ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഗ്ലൂ ചെയ്തതിന് ശേഷം ഈ ക്യാമറയിലോട്ട് നമ്മുടെ USB കയറ്റി വയ്ക്കുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടിച്ചതിന് ശേഷം അലൈൻമെൻറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ വലിച്ചിറക്കുകയാണെങ്കിൽ അത് വെള്ളം കയറാൻ വാട്ടർ പ്രൂഫ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് ആദ്യമേ ഈ ഒരു USB വെച്ച് നമ്മൾ കറക്റ്റ് അലൈൻ ചെയ്യുക. അലൈൻ ചെയ്ത് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു ടോപ്പ് ലെയറും കൂടി കൊടുക്കുക. അപ്പോൾ നല്ല രീതിക്ക് ഇതൊരുതങ്ങ് ഫ്യൂസാവും. അപ്പോൾ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ഒരു 24 മണിക്കൂർ അത് ക്യൂർ ചെയ്യാൻ വിടുക. കാര്യം ഈ ഒരു E8000 ശരിക്കും പെർഫോമൻസ് കിട്ടാൻ ഏകദേശം 24 മണിക്കൂർ എടുക്കും. മിനിമം ഏറ്റവും കുറഞ്ഞ ഒരു 12 മണിക്കൂറെങ്കിലും വിട്ടേക്കുക. ഞാനത് അവിടെ ക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ഞാനിത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്തിരിക്കുന്ന USB കേബിളിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ എൻ്റെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കാര്യം ഈ എക്സ്റ്റേണൽ USB മൈക്ക് നമുക്ക് വാങ്ങിച്ചാൽ പോലും നല്ല വിലയാവും, അതുമല്ല ക്വാളിറ്റി ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഒരു നഷ്ടമാണ്. അതുകൊണ്ട് നല്ലൊരു സ്റ്റീരിയോ USB കേബിൾ ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് കാണാൻ ആഗ്രഹമുള്ളവർക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് നമ്മുടെ USB ഇതിൻ്റെ അകത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ശരിക്കും ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു ക്ലോഷ്യറിൽ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് ഈ വയർ അതിൻ്റെ അകത്തുകൂടി പാസ് ചെയ്ത് അവിടെ ഗ്ലൂ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതോടുകൂടി നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം കഴിയും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മിനുക്ക് പണികളാണ്. അപ്പോൾ ആ വയർ നല്ല രീതിക്ക് സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഈ വയറിൻ്റെ ഇടയിൽ കൂടി വെള്ളം കയറി കഴിഞ്ഞാൽ അത് പിന്നെ പണിയാവും, ഈ ചെയ്തതെല്ലാം വെറുതെയാവും. അതുകൊണ്ട് നമ്മൾ വയർ നല്ല രീതിക്ക് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഗ്ലൂ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ 8000 അല്ലെങ്കിൽ 7000
തന്നെ ഉപയോഗിക്കുക. അല്ല സാധാരണ ആക്സർ ബേസ് ചെയ്തിട്ടുള്ള റബ്ബറൈസ്ഡ് ഗ്ലൂസ് ഉപയോഗിക്കരുത്. കാര്യം ക്യാമറ ചൂടാകുമ്പോഴും അതുപോലെ തന്നെ വെള്ളം ടച്ച് ചെയ്യുമ്പോഴൊക്കെ ആ ഗ്ലൂ പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനിവിടെ നല്ല രീതിക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അത് ആ ക്ലോഷ്യർ വെച്ച് അടച്ച് വയ്ക്കുക. അതും ഇതുപോലെ തന്നെ ഒരു 12 മണിക്കൂർ വയ്ക്കുക. അപ്പോൾ ആ 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒയർ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി ഞാനിവിടെ ഷ്രിങ്ക് ട്യൂബ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ടൈപ്പിലുള്ള ഷ്രിങ്ക് ട്യൂബ്സ് ഉപയോഗിക്കുന്നുണ്ട്, പല ഡയമീറ്ററിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒയർ നല്ല സ്ട്രോങ് ആവും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഊരുകയും കുത്തുകയും ചെയ്യുന്ന സമയത്ത് ഈ ഒയറിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ നമ്മൾ ഈ ചെയ്തതൊക്കെ വെറുതെ ആവും. അതുകൊണ്ട് ഞാനിവിടെ പല വേരിയബിളായിട്ടുള്ള ഷ്രിങ്ക് ട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷ്രിങ്ക് ട്യൂബ് ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ അതിൽ ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ ഇത് ഫ്ലെക്സിബിളായിട്ട് ഇരിക്കുകയും ചെയ്യും, എന്നാൽ നല്ല സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ഷ്രിങ്ക് ട്യൂബ് അപ്ലൈ ചെയ്തിട്ട് അതിനും ഏകദേശം ഒരു 24 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഷ്രിങ്ക് ട്യൂബ് നമുക്ക് നല്ല രീതിക്ക് ഹീറ്റ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം അതും ഒരു 24 മണിക്കൂർ ക്യൂർ ചെയ്യാൻ വിടുക. അപ്പോൾ മൊത്തത്തിൽ ഇത് നല്ല സ്റ്റേബിൾ സ്ട്രോങ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. പെട്ടെന്ന് കണ്ട ഒരു DIY പ്രോജക്റ്റ് ആണെന്നൊന്നും തോന്നത്തില്ല, എന്നാലും നല്ല ഒരുവിധം ഫിനിഷോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷ്രിങ്ക് ട്യൂബ് വെച്ച് മൊബൈലിൻ്റെ കേബിളും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റവും ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേബിളൊന്ന് കുത്തി നോക്കാം. ഞാനിവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്കും കറക്റ്റ് അലൈൻമെൻറ്റിൽ എല്ലാ തവണയും നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്ലഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടിലും കൂടി ഒരു ലൈൻ മാർക്ക് ചെയ്തത്. അപ്പോൾ കറക്റ്റ് ഫിറ്റ്മെൻ്റ് ആയിരിക്കും. അതിൻ്റെ അകത്ത് പിന്നെ വേറെ ഡാമേജസ് ഒന്നും വരാൻ സാധ്യതയില്ല. പിന്നെ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ക്ലോഷ്യറിൽ പിടിച്ച് തന്നെ ഇളക്കാൻ ശ്രമിക്കുക, ആ ഒയറിൽ പിടിച്ച് ഇളക്കരുത്. അപ്പോൾ ആ ഒയർ പൊട്ടി വരാനുള്ള സാധ്യതയുണ്ട്. ക്ലോഷ്യറിൽ പിടിച്ചിളക്കുക. നേരത്തെ പറഞ്ഞ പോലെ നല്ല ഫ്ലെക്സിബിളായിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമറ ഓൺ ചെയ്ത് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ യൂസ് കഴിഞ്ഞാൽ ഇതുപോലെ അടച്ച് വയ്ക്കാനും പറ്റും, അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഹൈലൈറ്റ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ വീണ്ടും പ്ലഗ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ടിൽറ്റ് ചെയ്ത് നമുക്ക് പ്ലഗ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്ലഗ് ആയിട്ടുണ്ട്. ഇനി അൺപ്ലഗ് ചെയ്ത് നോക്കണം. ക്യാമറയിൽ ഡിറ്റക്റ്റ് ആവുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അൺപ്ലഗ് ചെയ്യുമ്പോഴൊക്കെ അറിയാൻ പറ്റും. ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് സക്സസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേസ് ഹാക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെ ആക്ഷൻ ക്യാമറ കൊണ്ട് എക്സ്റ്റേണൽ മൈക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ യൂസ് കഴിഞ്ഞിട്ട് ഇതുപോലെ അടച്ചു വയ്ക്കാനും പറ്റും. വാട്ടർ പ്രൂഫായ ഒരു കേസ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.